ഹായ് ഹലോ. അപ്പോൾ ഞാൻ രാവിലെ എഞ്ചിട്ട് അച്ഛനൊരു പിസ്സ ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തുട്ടാ പിസ്സാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പിസ്സ മേടിച്ചിട്ട് എന്ന് അച്ഛന് കൊടുക്കാമെന്ന്. അതൊക്കെ മേടിച്ച് കൊടുക്കണതിന് മുന്നേ നമുക്ക് ഇന്ന് ലാസ്റ്റത്തെ ഇൻറ്റേർണൽ എക്സാം എഴുതണം. വലിയ രീതിയിലൊന്നും പഠിച്ചില്ലെങ്കിലും ഉള്ള നോളേജ് വെച്ചിട്ട് ഞാൻ പോയി എക്സാം എഴുതി ഇറങ്ങി. ലാസ്റ്റത്തെ ഇൻറ്റേർണൽ എക്സാമാണ് നമ്മുടെ കോളേജിലത്തെ. അതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രസാദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ട് ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. നമ്മുടെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നതൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മുടെ കോളേജിലത്തെ വെൻഡിങ് മെഷീനിൽ നിന്ന് മേടിച്ച ഒരു ചോക്ലേറ്റ് ആയിരുന്നു അത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ ചോക്ലേറ്റ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ നല്ല ചോക്ലേറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ നമ്മൾ വീട്ടിൽ പോകുന്ന വഴി ഒരു ഓഫർ കണ്ട വീഴാത്ത മലയാളികളുണ്ടോ. അപ്പോൾ ഓഫറിന് ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ആ കാശിന് അത് ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ എംബർഗറിൽ പോയിട്ട് അവിടെ 99 റുപ്പീസിന് ഓഫറിന് പിസ്സ ഉണ്ടായിരുന്നു. അതും മേടിച്ചു അച്ഛന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛന് മേടിച്ച പിസ്സ നീ എന്തിനാ കഴിക്കണമെന്ന്. അച്ഛൻ കഴിച്ചു. അപ്പോൾ അച്ഛൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്താലോ അത് അൺകംഫർട്ടബിൾ ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല അച്ഛൻ്റെ. പക്ഷേ അച്ഛന് ഇഷ്ടമായി പിസ്സ, അച്ഛൻ കഴിച്ചു. അപ്പോൾ ഒരു തിന്നാത്ത സാധനം മേടിച്ചു കൊടുത്തല്ലോ എന്ന സന്തോഷത്തിൽ ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്, ബൈ.